നമസ്കാരം. എൻകൗണ്ടർ തുടങ്ങുന്നു. വീരോചിതമായ യാത്രയയപ്പാണ് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന് രാജ്യം നൽകിയത്. അതിർത്തികളിൽ അസ്വസ്ഥതകൾ നീറുന്ന ഇക്കാലത്ത് ജനറലിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണ്. രാജ്യസേവനത്തിനൊപ്പം പുതിയ കാലത്തിലേക്ക് സേനയെ നവീകരിച്ച് സജ്ജമാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ പേരിൽ കൂടിയാകും ജനറൽ ബിപിൻ റാവത്ത് എക്കാലത്തും ഓർമ്മിക്കപ്പെടുക. രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതത്തിനൊടുവിൽ ജനറൽ നിത്യനിദ്രയിലാഴുമ്പോൾ പിൻഗാമിയായി എത്തുന്നത് ആരാകും? എൻകൗണ്ടർ പരിശോധിക്കുന്നു. എൻ്റെ അതിഥികൾ ഇന്ന് മുൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ എസ് ഡിന്നി, ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ പ്രതിരോധ വിഭാഗം മുൻ പ്രതിനിധി റിട്ടയർഡ് കേണൽ DPK പിള്ള, നയതന്ത്ര വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ, നെതർലാൻഡ്സ് മുൻ അംബാസഡർ ശ്രീ വേണു രാജാമണി എന്നിവർ. കേണൽ എസ് ഡിന്നി, സംയുക്ത സേനാ മേധാവി എന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പുതിയ പദവിയാണ്. ആ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. സംയുക്ത സേനാ മേധാവിയുടെ ചുമതലകൾ പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണവും അതേസമയം തന്നെ സമ്പൂർണമായ അധികാരവും നൽകുന്ന പദവിയാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം പ്രതിരോധ മന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായി സേവനമനുഷ്ഠിക്കേണ്ടയാളാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിന്റെ സെക്രട്ടറിയാണ്. പെർമനന്റ് ചെയർമാൻ ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ, ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു പദവിയാണ് ജനറൽ ബിപിൻ റാവത്ത് അലങ്കരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അതിർത്തി മേഖലകളിൽ നമ്മൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ, ആശങ്കകൾ രൂപപ്പെടുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ആ പദവിയിലേക്ക് എത്തേണ്ട ആൾ അത് സംബന്ധിച്ച് എന്തൊക്കെ മാനദണ്ഡങ്ങളായിരിക്കും താങ്കളുടെ അറിവിൽ പരിഗണിക്കപ്പെടുക? കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന് ഏതെങ്കിലും ഒരു സവിശേഷമായ ഒരു ചട്ടം തയ്യാറാക്കിയിട്ടില്ല. മെറിറ്റ് കം സീനിയോറിറ്റി എന്നാണ് അതിലെ മാനദണ്ഡമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി നമുക്ക് മുന്നിലുള്ള സാധ്യതകൾ? ശ്രീ ഗോപികൃഷ്ണൻ അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ ഈ സംയുക്ത സേനാ മേധാവി ഭാരതിനെ സംബന്ധിച്ചോളം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയതും ജനറൽ ബിപിൻ റാവത്ത് അതിൻ്റെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആവുകയും ചെയ്തു. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, അത് പല കാരണങ്ങൾ വെച്ചാണ് ഇത്രയും വർഷം അത് ഇംപ്ലിമെൻ്റ് ആവാതിരുന്നത്. ഒരു കാരണം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ. അതായത് നമ്മൾ 1947 തൊട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോഴേ ആർമി അല്ലെങ്കിൽ ആം ഫോഴ്സസിന് പ്രത്യേകിച്ച് നമ്മളെ നെയ്ബറിങ് കൺട്രീസിലൊക്കെ ഈ ഒക്കെ ചെയ്ത് അവരെ അധികാരം പിടിച്ചെടുക്കുന്ന ഉള്ള ഒരു പ്രവണത ഉണ്ടായതുകൊണ്ട് ഒരു പേടിയായിരുന്നു. അതായത് കൂടുതൽ പവർ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അത് നല്ല ഒരു തീരുമാനമായിരിക്കത്തില്ല എന്ന് ഒരു തീരുമാനം. രണ്ടാമത് ആം ഫോഴ്സസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 3 സർവീസസ് തമ്മിലുള്ള ഒരു യോജിപ്പ് ഇല്ലായിരുന്നു. അതായത് അവരവരുടെ ടേഫ് അവർ കവർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരു യോജിപ്പ് വന്നാൽ മാത്രമേ ഒരു CDS വരാൻ പറ്റത്തുള്ളൂ. ആൻഡ് തേർഡ്, എനിക്കറിയാം ഇതിനകത്ത് സിവിൽ സർവൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ബ്യൂറോക്രസിയുടെയും ഒരു റോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കാലത്തിൻ്റെ ഇത് വെച്ച് നമുക്കറിയാം അതിനെല്ലാം അതിനൊന്നും അത്ര ഒരു റീസൺ ഇനഫ് ആയിരുന്നില്ല. ആൻഡ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു കോർഡിനേഷനും വേണ്ടി ഒരു ചീഫ് ഓഫ് ഡിഫൻസ് ഉണ്ടായിരുന്നപ്പോൾ നമുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു തീരുമാനം മിലിറ്ററി റിഫോംസിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു തീരുമാനത്തിലാണ്
ജനറൽ ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആവുന്നത്. അതിൻ്റെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ അതിനൊരു എങ്ങനെയാണ് അതിൻ്റെ അടുത്ത സെലക്ഷൻ എന്നുള്ളത് മെറിറ്റ് കം സീനിയോറിറ്റി എന്നാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു കാരണം മെറിറ്റ് കം സീനിയോറിറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ എപ്പോഴും ഗവൺമെൻറ് ഓഫ് ദ ഡേ, അതായത് ആരാണോ ആ രാജ്യം ഭരിക്കുന്നത് അവരുടെ കയ്യിലായിരിക്കും. അത് ഒരു കണക്കിന് നല്ലതാണ്. അത് അങ്ങനെ വരുമ്പം മിലിറ്ററി എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അധീനമായിട്ട് എപ്പോഴും ജോലി ചെയ്യാനുള്ള രീതിയായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെയും പക്ഷേ ചില പാരാമീറ്റേഴ്സ് നമുക്ക് വേണം. ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആവണമെങ്കിൽ ഒരു പ്രത്യേക സേന, അതായത് ആർമി ആയാലും ശരി, എയർഫോഴ്സ് ആയാലും ശരി, നേവി ആയാലും ശരി, അതിൻ്റെ ചീഫായിരുന്നാൽ അദ്ദേഹത്തിൻ്റെ വിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ എക്സ്പോഷർ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനാലിസിസ് മാത്രമാണിത്. മോസ്റ്റ് ലൈക്ലി ഈ മൂന്ന് ചീഫിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് തന്നെ ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർമി ചീഫാണ് ഏറ്റവും കൂടുതൽ ചീഫിൻ്റെ റോളിൽ ഇരുന്നിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, നമ്മളെ തന്നെ മലയാളിയായ അഡ്മിറൽ ഹരികുമാർ സർ, അദ്ദേഹം ഇപ്പോൾ ചീഫായതേ ഉള്ളൂ. അതുപോലെ തന്നെ എയർ ചീഫ് മാർഷൽ ചൗധരിയും അദ്ദേഹം അധികം സമയമായിട്ടില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മോസ്റ്റ് ലൈക്ലി കാൻഡിഡേറ്റ് ജനറൽ നറാവനെ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ആർമി കമാൻഡർ ആൻഡ് അബവ്, അതായത് ലഫ്റ്റനന്റ് ജനറൽസ്, ഈ കമാൻഡ് ചെയ്യുന്നവർ എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ്. വൈസ് ചീഫും അവരും ഒക്കെ ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അപ്പം മേ ബി ഗവൺമെൻറ് ചിന്തിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല, ചീഫിൻ്റെ എക്സ്പോഷറിൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ആർമി കമാൻഡറിനെ വേണമെങ്കിലും പിക്കപ്പ് ചെയ്യാം. സോ ഓൾ ദീസ് പോസിബിലിറ്റീസ് ഉണ്ട് ശ്രീ ഗോപികൃഷ്ണൻ. ബട്ട് എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ലൈക്ലി വൺ ഓഫ് ദ ചീഫ് തന്നെ ആയിരിക്കും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആവാനുള്ള സാധ്യതയുള്ളത്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഒരു നയതന്ത്ര വിദഗ്ധന്റെ ദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും നമുക്കൊരു ചേരിചേരാ നയമായിരുന്നു. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞതുപോലെ അതിനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മാർഗം സന്ധി സംഭാഷണം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്കുള്ളത്. അവിടെയാണ് അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തെ അതിർത്തി കടന്ന് തന്നെ മിന്നലാക്രമണം നടത്തണം എന്ന നിലപാടുള്ള ജനറൽ നമുക്ക് സംയുക്ത സേനാ മേധാവിയായി വന്നത്. ആ പദവിയിലേക്ക് ഇനിയൊരാളെ കൂടി പരിഗണിക്കുമ്പോൾ സത്യത്തിൽ നയപരമായ പല കാര്യങ്ങളിലും അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പദവിയിലേക്ക് ഇനിയൊരാളെ കൂടി പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം മാനദണ്ഡമായി നിശ്ചയിക്കപ്പെടേണ്ടത്? ഒരു പോളിസി ഷിഫ്റ്റ് ഇതിനകത്ത് താങ്കൾ കണ്ടിരുന്നു? തീർച്ചയായും ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ. കാരണം ഈ ചിന്തകൾ പണ്ട് മുതലേ ഉള്ളതാണ്. കേണൽ ബെന്നി പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിനെപ്പറ്റി പല ആശങ്കകളും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നേതൃത്വവും സൈനികവുമായിട്ടുള്ളത്, ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ, ഇക്വലന്റ് ഡിഫൻസ് സെക്രട്ടറിയുടെ ഇക്വലന്റ് എന്താണ്, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇതിനൊരു പുതിയ ആവശ്യമായിട്ട് വന്നത് ഞാൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. കാർഗിൽ യുദ്ധത്തിന് ശേഷം ശ്രീ സുബ്രഹ്മണ്യത്തിന്റെ ഒരു സ്റ്റഡി, ഒരു റീഓർഗനൈസേഷൻ, ആർമി, എയർഫോഴ്സ്, നേവി എല്ലാം ചർച്ച ചെയ്തിട്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രത്യേക റെക്കമെൻഡേഷൻ ആയിരുന്നു ഈ CDSന്റെ നിയമനം. അപ്പൊ അങ്ങനെയാണ് അത് ഉണർത്തെഴുന്നേറ്റ് വന്നത്, ഒരു പുതിയ പ്രശ്നമായിട്ട് വന്നത്. രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് രാഷ്ട്രീയ നേതൃത്വം, പിന്നീടാണ് നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. അതേ സമയത്ത് അതിന് യോജിക്കുന്ന സൈന്യങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള, പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് തോന്നുന്ന സമർത്ഥനായ ഒരു വ്യക്തി ഉണ്ടായി എന്നുള്ളത്. ഇത് രണ്ടും കാരണങ്ങളാണ്. ഇതൊരു ഒബ്ജക്റ്റീവായിട്ട് ഒരാളെ കിട്ടാൻ വേണ്ടി സെലക്ട് ചെയ്തതല്ല, അദ്ദേഹത്തെ തന്നെ സെലക്ട് ചെയ്യും. അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തതുകൊണ്ട് അതൊരു നല്ല മൂവായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്, പലരും ചർച്ച ചെയ്യുന്നതുമുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത് 17 വ്യത്യസ്ത സൈനിക കമാൻഡുകളായി ചിതറിക്കിടന്നിരുന്ന സേനാ വിഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് 8-9 തിയേറ്റർ കമാൻഡുകളായി രൂപപ്പെടുത്താനുള്ള പ്രവർത്തനം തുടങ്ങി വെച്ചു. അത് വളരെ പ്രധാനമായ ഒന്നാണ്. പിന്നെ ആൻഡമാൻ കമാൻഡ്, സൈബർ ഡിവിഷൻ, സ്പെഷ്യൽ ഫോഴ്സസ് ഡിവിഷൻ, സംയുക്ത മേഖലാ കമാൻഡുകൾ, അതാത് സ്ഥലങ്ങളിൽ ആവശ്യമുള്ള സൈന്യത്തെ അത് ഏത് വിഭാഗത്തിലുള്ളതായും വിന്യസിക്കണമെങ്കിൽ അതിനൊരു CDSന്റെ ആവശ്യമുണ്ട്. അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ചു. അതുകൊണ്ട് അതിന് നിർത്തിവെക്കാൻ സാധ്യമല്ല. ഇതൊക്കെ ബ്രിഗേഡ് ലെവലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏറ്റവും ഏകോപനത്തിന്റെ സാധ്യതകൾ അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അദ്ദേഹം ആർമി ചീഫ് ആയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാം എന്താണ് പരസ്പരമായിട്ടുള്ള വിശ്വാസത്തിന്റെയും ട്രസ്റ്റിന്റെയും
മറ്റുള്ളവര് അവരുടെ കമാൻഡിനെ പറ്റി എന്തറിയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നന്നായിട്ട് പഠിച്ചിരുന്നത് കൊണ്ട് അതിന്റെ അതിർവരമ്പുകൾ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഏകോപനത്തിന്റെ സാധ്യതകൾ വളരെ ഭംഗിയായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ധീരമായ പ്രതിരോധം ഉണ്ടാകുക, അതിനെ കേന്ദ്രീകരിച്ചുള്ള ദ്വീപുകളെ കേന്ദ്രീകരിച്ചുള്ള കമാൻഡുകൾ ഉണ്ടാകുക, അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പല അഭിപ്രായങ്ങളും തുറന്നു പറയുന്നവരാണ്. സുതാര്യത വേണം ചർച്ചകൾ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പ്രകോപനപരമായ ചില അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പറയുകയും അപ്പോൾ മറ്റൊരു അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം അത് മനഃപൂർവ്വം ചെയ്തതാണ്. ഒരു ചർച്ച നടക്കട്ടെ, ജനങ്ങളുടെ അഭിപ്രായം അറിയട്ടെ, മറ്റുള്ളവരുടെ അഭിപ്രായം അറിയട്ടെ എന്നുള്ളത് ട്രാൻസ്പെറൻസി വിപുലമായിട്ട്. അതുകൊണ്ട് പൊതു ചർച്ചകൾ നല്ലതാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പത്രപ്രവർത്തകരുമായിട്ടും പലപ്പോഴും സംസാരിച്ചിരുന്നത്. ചില തുറന്ന അഭിപ്രായങ്ങൾ, അതിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ശക്തി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ശ്രീ നരേന്ദ്രമോദി ഇതുപോലെയൊക്കെ ചിന്തിക്കുന്ന ആളാണെന്നുള്ളത്. അതുപോലെ ഈ ഹോട്ട് പർസ്യൂട്ട് എന്ന് പറയുന്ന ഭീകരവാദികളെ അവരുടെ ഏരിയയിൽ പോയി നശിപ്പിക്കുക, ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രൈക്സ് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് പണ്ടും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും സൈന്യം അത് പുറത്തുവിട്ടിട്ടില്ല. അപ്പോ ഇത് നടന്നപ്പോ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നില്ല ഞങ്ങൾ ഇതുവരെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് അതിൽ മടിയുണ്ടായിരുന്നു. അത് ആളുകൾ അറിയട്ടെ, അതൊരു സ്ട്രാറ്റജിയെ അദ്ദേഹം ഉപയോഗിച്ചു. അപ്പൊ ആ ഭയം ഉണ്ടാകണം മറ്റുള്ളവരിൽ എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം അതിനെപ്പറ്റി തുറന്ന് അഭിപ്രായപ്പെട്ടിരുന്നത്. പിന്നെ മ്യാൻമറിൽ ഉണ്ടായത് നമുക്കറിയാം. മ്യാൻമറില് വർഷങ്ങളായിട്ട് ഞാൻ ബർമയില് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നമുക്കൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാഗ മറ്റു റിബൽസ് ഒക്കെ ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ബർമയിലേക്ക് ഓടിപ്പോവുകയാണ്. ഇപ്പൊ ബർമയിൽ നമ്മളുമായിട്ട് ജോയിന്റ് ഓപ്പറേഷൻസ് നടത്തണമെന്ന് നമ്മൾ പലതവണ ബർമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരതൊരിക്കലും സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ വളരെ ഒരു ഫ്രണ്ട്ലി രാജ്യമാണെങ്കിൽ പോലും അദ്ദേഹം ഹോട്ട് പർസ്യൂട്ട് ഉപയോഗിച്ച് നമ്മുടെ ഭീകരവാദികളെ ബർമയിൽ കയറി ആക്രമിക്കുകയുണ്ടായി. അപ്പൊ അതും ഒരു രഹസ്യമൊന്നുമല്ല. അതുപോലെ അറ്റാക്ക് ബിയോണ്ട് LOC അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം ഇതുവരെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ ലെവലിലും അതുപോലെ ഈ സ്ട്രാറ്റജിസ്റ്റിന്റെ ലെവലിലും ഡിപ്ലോമാറ്റിക് ലെവലിലും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മളൊന്നും അന്താരാഷ്ട്രമായി ഒരു വിമർശനമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ നയം തന്നെയാണ്. അത് ശക്തമായി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അത് നോക്കുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് ആരാണ് വരിക, അത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളായിരിക്കുമോ അതോ അതിൽ കൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ള സെലക്ഷൻ. ഞാനിപ്പോ പറഞ്ഞ ഈ ക്രൈറ്റീരിയ എല്ലാം നോക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടും നമുക്ക് ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെ എടുക്കണമെന്നില്ല. ഗവൺമെന്റിന് മറ്റഭിപ്രായങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഏറ്റവും സീനിയറായ മസ്റ്റാളുകളെ നിയമിക്കുക എന്നാണ്. പക്ഷെ റാവത്തിനെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയപ്പോൾ തന്നെ 2 ലഫ്റ്റനന്റ് ജനറൽസിനെ ഓവർടേക്ക് ചെയ്തായിരുന്നല്ലോ അദ്ദേഹം. അപ്പം ഇതുപോലെയുള്ള പൊസിഷൻസിൽ സെലക്ടിവിറ്റി തെറ്റായിട്ട് ആരും കണക്കാക്കും. കേണൽ ഡിനി, ഇതിനകത്ത് ഇപ്പോഴുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള ഒരാൾ ആകരുത് എന്നത് മാത്രമാണ് നമ്മുടെ അറിവിൽ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. ബാക്കി എല്ലാ കാര്യത്തിലും ഈ ഉന്നതമായ സൈനിക പദവിയിലേക്ക് എത്തുന്ന ഒരാൾ പ്രാഥമികമായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിശ്വസ്തനായിരിക്കണം. രാഷ്ട്രീയ നേതൃത്വവുമായുള്ള വിശ്വാസ്യതയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനറൽ ബിപിൻ റാവത്തിന് ഏറ്റവും തുണയായതും ഈ വിശ്വാസ്യതയാണ്. അതുണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന് എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പരസ്യമായ പല പ്രതികരണങ്ങൾ നടത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വ്യോമസേനയെ അദ്ദേഹം പിന്തുണ സേന എന്ന് വിളിച്ചു, അത് വിവാദമായി. നാവികസേനയ്ക്ക് വിമാനവാഹിനി കപ്പൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതല്ല ഇപ്പോൾ ആവശ്യമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. നേരത്തെ ശ്രീ TP ശ്രീനിവാസൻ പറഞ്ഞ ഈ തിയേറ്റർ കമാൻഡ്, അതായത് US-ലും ചൈനയിലുമുള്ള തിയേറ്റർ കമാൻഡ് രീതിയിലേക്ക് സേനയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിലും മറ്റ് സേനാ വിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം എതിർപ്പുകളെല്ലാം ഉള്ളപ്പോഴും കാര്യങ്ങൾ തുറന്നു പറയാനും നയപരമായ കാര്യങ്ങളിൽ പോലും പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ജനറൽ ബിപിൻ റാവത്ത്. അതൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിഞ്ഞതിൽ കൂടിയാണ്. അപ്പോഴവിടെ മെറിറ്റ് കം സീനിയോറിറ്റിയാണ് ഈ പദവിയിലേക്ക് ഇനി ആരെ വേണം എന്ന് നിശ്ചയിക്കുന്നതിൻ്റെ പ്രധാന മാനദണ്ഡമെങ്കിൽ അത്
കരസേനാ മേധാവിയായിരിക്കുന്ന നരവനയിലേക്ക് പോകാൻ തന്നെയാണോ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്? അവിടെയും സർക്കാരിന്, മോദി സർക്കാരിന് രണ്ടാമതൊരു വട്ടം ഒരു ആലോചന വേണ്ടിവരുമോ? ശ്രീ ഗോപികൃഷ്ണൻ, ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആവശ്യമുണ്ട്. ഈ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു കുറേ കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡിസ്കഷൻ നടക്കാറുണ്ട്. ജനറൽ ബിപിൻ റാവത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ നോമിനിയായിരുന്നു. ഓഫ് കോഴ്സ് ഹി വാസ് നോമിനി. പ്രൈം മിനിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ദ ഹയസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നോമിനി എന്നാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നോമിനി അല്ലാതെ എങ്ങനെ ആവാൻ പറ്റും? ഇപ്പം നമ്മൾ ഹിസ്റ്ററി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയും ഫീൽഡ് മാർഷൽ സാം മാനിക്ഷാ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു നമുക്കറിയാമല്ലോ. എന്തുമാത്രം ഓപ്പൺ ഫ്രീഡം ആയിരുന്നു അവർ തമ്മിലുള്ള. അതുകൊണ്ടാണ് ഇന്ത്യക്ക് 1971 വാറിൽ ഇത്രയും വലിയ ഒരു വിക്ടറി കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ പല കാലഘട്ടത്തിലും ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ദ ഡേ, ഈ ഗവൺമെൻറ് മാറി മാറി വരും, പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആരാണോ അവർക്ക് വിശ്വസ്തരായിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കും ആർമിയിൽ വന്നാൽ. ജനറലി ആർമിയുടെ സീനിയോറിറ്റി ഫോളോ ചെയ്യാറുണ്ട് ജനറലി. ബട്ട് ഒക്കേഷൻസ് അങ്ങനെ വരാറുണ്ട്, വേറെ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ ആളെ വേണമെങ്കിൽ അത് ചെയ്യാം. ഒരു കണക്കിന് നല്ലതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ നല്ലതെന്ന് പറയുന്ന കാരണം എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയിരിക്കണം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും വലുത്. നമ്മൾ ആൻസറബിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർലമെന്റിലാണ് അതിൻ്റെ എല്ലാ ആൻസറും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പാർലമെന്റിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആരാണോ ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അവരാണ് ഫൈനൽ സേ. അതാണ് അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം നാളെ വേറൊരു ഗവൺമെൻറ് വന്ന് വേറൊരു ആളാണെങ്കിൽ അഫ്കോഴ്സ് അതല്ല ഏറ്റവും നല്ലത്. അപ്പം മെറിറ്റ് കം സീനിയോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇഫ് ദേ മേക്ക് എ റൂൾ, ഒരു റൂൾ ഉണ്ടാക്കിയാണ് ഓക്കെ സീനിയർ മോസ്റ്റ് ചീഫ് ആയിരിക്കും നെക്സ്റ്റ് CDS എന്നുള്ള റൂൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ചീഫിന് 3 ചീഫിലും അവരുടെ ഏജും അവരുടെ സീനിയോറിറ്റിയും അല്ലെങ്കിൽ അവർ എപ്പോഴാണ് സർവീസ് ചീഫായെന്ന് നോക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഞാനായിരിക്കും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അപ്പോൾ അവർക്ക് അറിയാം അവരാണ് നെക്സ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എങ്കിൽ അവരുടെ ഫംഗ്ഷനിങ്ങിൽ അത് പല മാറ്റങ്ങളും സംഭവിക്കണമെന്നില്ല, പക്ഷെ സംഭവിക്കാം. അവരുടെ അടുത്ത് മറ്റുള്ളവരെ സമീപിക്കുന്നതിലും വ്യത്യാസം വരാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ 3 ചീഫ് അല്ലെങ്കിൽ വൈസ് ചീഫ് അല്ലെങ്കിൽ ആർമി കമാൻഡർ, ഇതിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം. ഇവരെല്ലാം കാലിബർ ഏകദേശം ഒരുപോലെ, ഏകദേശമല്ല അവരെല്ലാം കാലിബർ ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് വളരെ ഒരു വ്യത്യാസം പോലും ഇല്ല. ഈ ആർമി കമാൻഡർ ആവുന്ന എല്ലാവരുടെയും കാലിബർ തുല്യരാണ്. അവരുടെ ഓൺലി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണ് അവരുടെ, അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ കമ്മീഷൻ IC നമ്പർ എന്ന് പറയുന്നത് അതിനകത്ത് മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഒരാൾക്ക് പ്രായം കുറവാണെങ്കിൽ അദ്ദേഹം ചീഫ് ആവാം, അങ്ങനെ മാത്രം പോകുന്ന ഒരു ജനറൽ ബിപിൻ റാവത്തിനെ സംബന്ധിച്ച് അദ്ദേഹം 2014 കരസേനാ മേധാവിയാകുമ്പോൾ അദ്ദേഹത്തിന് കരസേനാ മേധാവിയായി നിയമനം നൽകുമ്പോൾ 2 സീനിയർ ലെഫ്റ്റനന്റ് ജനറൽമാരെ മറികടന്നായിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകിയത്. അതിന് താങ്കൾ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ വിശ്വാസ്യത പ്രധാനപ്പെട്ട ഘടകമാണ്. അവരുടെ ഒരു നോമിനിയായി തന്നെയായിരിക്കും അദ്ദേഹം എത്തിയിട്ടുണ്ടാവുക. അതിന് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലത്തെ ഇടപെടലിനൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഈ 3 സേനാ തലവന്മാർക്ക് അപ്പുറം ഒരാൾ എന്നൊരു ആലോചനയ്ക്ക് ഒരു സാധ്യതയുമില്ലേ? അങ്ങയുടെ ചോദ്യം ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത്, അതിന് സാധ്യത ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ ജനറൽ ബിപിൻ റാവത്തിൻ്റെ സെലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ജനറൽ ബിപിൻ റാവത്ത് ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി ഒരു ജനറൽ റാങ്കിലേക്ക് വരുന്നത് തന്നെ ഈ മോദി സർക്കാരൊക്കെ വരുന്നതിന് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം ജനറൽ റാങ്കിലായി കഴിഞ്ഞിരുന്നു. അപ്പം സക്സസീവ് ഗവൺമെൻറ്റ്സ് ആണ് ഒരു ബ്രിഗേഡിയർ തന്നെ അബൌവിന് റാങ്ക് അപ്രൂവ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം. ബ്രിഗേഡിയർ റാങ്ക് തന്നെ അബൌവിന് ക്ലിയറൻസ് കിട്ടുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പല ഗവൺമെൻറ് കൂടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടാണ് ആ റാങ്കിൽ എത്തുന്നത്. പിന്നെ ചീഫ് ആകുന്ന സമയത്ത് യെസ് മോദി ഗവൺമെൻറ്റാണ് അദ്ദേഹത്തിനെ ചീഫാക്കിയത്. അദ്ദേഹത്തിനെ ചീഫാക്കാനുള്ള കാരണവും പിന്നെ നമുക്ക് വ്യക്തമായിരുന്നു. അദ്ദേഹം 2 ക്വാളിഫിക്കേഷൻ ബെഞ്ച് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഹാൻഡ് പിക്ക് ചെയ്തത്. ഒന്ന്, അദ്ദേഹം കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിൽ ഈ മറ്റുള്ള കമാൻഡേഴ്സിനെ കാട്ടിയും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു, ഓൺ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. രണ്ടാമത്, അദ്ദേഹം ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയറിൽ, അതായത് അതിർത്തി പ്രദേശത്തിൽ അദ്ദേഹത്തിന് അവിടെയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ ചെറിയൊരു എക്സ്ട്രാ അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിനെ ചീഫാക്കി സെലക്ട് ചെയ്തു. ആൻഡ് നമുക്ക് എന്താണ് അത് സംഭവിച്ചതെന്ന്, അത് കഴിഞ്ഞ് 2019 കശ്മീരിലെ ഇഷ്യൂസും പിന്നെ ലഡാക്കിലെ ഇഷ്യൂസും ഡോക്ലാമ ഇഷ്യൂസും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മാൻ വാസ് ദാറ്റ്. മറ്റുള്ളവർ എക്സ്പീരിയൻസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവരെക്കാട്ടി കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ജനറൽ ബിപിൻ റാവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കൾ പറയുന്നതിനകത്ത് ഞാൻ ഫുള്ളി യോജിക്കുന്നു. മേ ബി ഗവൺമെന്റ് തിങ്സ് ദാറ്റ് സംബഡി എൽസ്, അതായത് വേറൊരു ജനറലിന്
ദാറ്റ്. അതാണ് ഫൈനൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ സേ ആണ് എന്ന് ഞാൻ പറയുന്നതിന് അത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അവരുടെ സേ ആണ് ലാസ്റ്റ്, അവരാണ് അതിന്റെ അവസാന വാക്ക്, പാർലമെന്റ് ആണ് അവസാന വാക്ക്. ശ്രീ ടി പി ശ്രീനിവാസൻ, നമുക്കറിയാം ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹം തന്നെ എടുത്ത നിലപാട് ഈ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തെ അതിർത്തി കടന്ന അപ്പുറം കടന്ന് നമ്മൾ മിന്നലാക്രമണത്തിലൂടെ പരാജയപ്പെടുത്തണം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഈ സർക്കാരിൻ്റെയും നിലപാടിനോട് യോജിച്ച് നിൽക്കുന്നതായിരുന്നു ജനറൽ ബിപിൻ റാവത്തിൻ്റെ സമീപനം. അപ്പോഴവിടെ ഒരു വിയോജിപ്പിൻ്റെയോ അല്ലെങ്കിൽ രണ്ടഭിപ്രായങ്ങളുടെ ഒന്നും ഒരു സാഹചര്യം നിലനിൽക്കില്ല. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പോളിസി ഷിഫ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് അനുവർത്തിക്കാൻ പാകത്തിലുള്ള ഒരാളായി ജനറൽ ബിപിൻ റാവത്ത് ആ സ്ഥാനത്തുണ്ടായിരുന്നു. ഇനി നാളെ മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരുന്നു. ആ സർക്കാരിൻ്റെ നയവുമായി ചേർന്ന് നിൽക്കാത്ത ഒരു നിലപാടുള്ള ഒരാൾ ഈ CDS എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മുകളിൽ ഒരു നിയന്ത്രണം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? ഞാനത് ചോദിക്കാൻ കാരണം CDS ആയിരിക്കുന്നയാൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിൻ്റെ തലവനാണ്. അദ്ദേഹത്തിന് പ്രതിരോധ മന്ത്രിയുമായി നേരിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റിനോട് അക്കൗണ്ടബിളുമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനെയാണെങ്കിൽ ആ നിയന്ത്രണം സമ്പൂർണ്ണമായി അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടാകുമോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ? അതെ, നമ്മുടെ എസെൻഷ്യൽ ഫിലോസഫി തന്നെ സിവിലിയൻ കൺട്രോൾ ഓഫ് ദി ആംഡ് ഫോഴ്സസ് എന്നുള്ളതാണ്. അതിലൊരിക്കലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം അതിൽ വളരെ പ്രാധാന്യമുണ്ട്. പാർലമെന്റിനും ജനങ്ങൾക്കെല്ലാം അതിൽ ഒരു താല്പര്യമുണ്ട്. ഒരുപക്ഷെ ഒരു പുതിയ ആളെ, ഏറ്റവും സീനിയർ അല്ലാത്ത ഒരാളെ എടുക്കുകയാണെങ്കിലായിരിക്കും ആളുകൾക്ക് കുറച്ചുകൂടി സമാധാനം ലഭിക്കുക. കാരണം അപ്പോൾ വെറും സീനിയോറിറ്റി മാത്രമായിട്ടല്ല അദ്ദേഹത്തെ നിയമിച്ചത്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ആളുകൾക്ക് ഉണ്ടായി എന്ന് വരാം. പക്ഷെ അത് ഇപ്പോഴുള്ളവരെ പറ്റിയുള്ള റിഫ്ലക്ഷൻ ഒന്നും അല്ല. നമുക്കറിയില്ലല്ലോ ഇപ്പോഴത്തെ ആർമി കമാൻഡേഴ്സിന്റെ കഴിവുകളോ അവരുടെ എക്സ്പീരിയൻസ് ഒന്നും ജനങ്ങൾക്ക് പൊതുവെ അറിയില്ല. ആർമിയിലുള്ളവർക്ക് അറിയാമായിരിക്കും. ഇപ്പൊ റാവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് അവരെ പറ്റി എല്ലാം അറിവുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, അവരുടെ പറ്റിയുള്ള അസസ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഒരു ബ്രോഡർ ഫീൽഡിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിലായിരിക്കും കുറച്ചുകൂടി ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ഒരു വിശ്വാസം ഉണ്ടാകുക. പക്ഷെ ജനറൽ റാവത്തിന്റെ കാര്യത്തിൽ ഉണ്ടായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അദ്ദേഹത്തിനോട് എതിരില്ലായിരുന്നല്ലോ. ഇപ്പൊ തന്നെ ഓപ്പോസിഷൻ എല്ലാം അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ മാത്രമല്ല, അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെയൊക്കെ അവരെ പലപ്പോഴും അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരാൾ വരുമ്പോ ആ വരുന്ന സ്ഥിതി ഏത് വഴിയാണെങ്കിൽ തന്നെയും അദ്ദേഹം അത് ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അതാണ് ജനറൽ റാവത്തിനെ പറ്റി ഇപ്പൊ ഇത്രമാത്രം നമുക്ക് ബഹുമാനവും അദ്ദേഹം നഷ്ടപ്പെട്ടു പോയതിലുള്ള സങ്കടവും ഒക്കെ ഉള്ളത്. അപ്പൊ അതുപോലെ ഒരാൾ തന്നെ വരും. നമുക്ക് ഷോർട്ടേജസ് ഇല്ലല്ലോ, നമുക്ക് ബ്രെയിൻ ഡ്രെയിൻ അല്ലല്ലോ, ബ്രെയിൻ ഓവർഫ്ലോ ആണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എടുക്കാൻ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. പക്ഷേ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം കാണുന്നവർക്ക് അദ്ദേഹത്തെ അറിയാമായിരിക്കും. അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനറൽ സെലക്ഷൻ, ഒരു ബ്രോഡർ സെലക്ഷൻ ആയിരിക്കും ഒരുപക്ഷെ സംഭവിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ജനറൽ നരവനെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുള്ളതായിട്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ കുറെ സമയം എടുക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ പോസ്റ്റ് ഉടനെ ഫില്ല് ചെയ്യുമോ എന്ന് എനിക്ക് സംശയം. കാരണം ഇത് ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് സ്റ്റേബിൾ ആക്കിയിട്ട് വേണം ഒരാളെ കൊണ്ടുവരാനെന്നോ അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. റിട്ടയർഡ് കേണൽ ശ്രീ DPK പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. സർ, ഈ അടുത്ത CDS ആരായിരിക്കും എന്ന കാര്യത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുക്കുന്നത് എന്തെല്ലാം മാനദണ്ഡങ്ങൾ, എന്തെല്ലാം ക്രൈറ്റീരിയ പാലിച്ചിട്ടായിരിക്കും താങ്കൾ നിരീക്ഷിക്കുമ്പോൾ? നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ CDSന്റെ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 20 വർഷം എടുത്തതാണ്. 2001 കാർഗിൽ റിവ്യൂ കമ്മിറ്റിന്റെ കെ സുബ്രഹ്മണ്യം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CDS വേണം. എന്നിട്ട് LK അദ്വാനിന്റെ റിപ്പോർട്ടായിരുന്നു ടേബിൾ ചെയ്തത് അതേ ഒരു വർഷം ഫെബ്രുവരി 2002 അന്ന് നിശ്ചയിച്ചതായിരുന്നു ഒരു CDS വേണം. പക്ഷെ 20 വർഷം എടുത്തായിരുന്നു ഈ ഗവൺമെന്റിന് വന്നിട്ട് ഒരു CDSന്റെ നിർണയം എടുക്കാൻ. അതിൽ ജനറൽ റാവത്തിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം കുറെ ഇതുണ്ടായിരുന്നു. ഒരു ഉത്തരാഖണ്ഡി അന്ന് മറ്റേതാന്നെല്ലാം പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് സൂപ്പർസീഡ് ചെയ്തിരിക്കുമെന്ന്. പക്ഷെ അവരുടെ പണി കണ്ടിട്ട് കൈൻഡ് ഓഫ് വർക്ക് ഹിസ് ഡൺ. ആൻഡ് ഒരു ഇൻഫൻട്രി ഓഫീസർ, കൗണ്ടർ ഇൻസർജൻസി എക്സ്പേർട്ട് ആയിട്ടായിരുന്നു വന്നത്. ഈ ദീമാപൂരിൽ ഉണ്ടായിരുന്നപ്പം മ്യാൻമാറിലുള്ള റെയ്ഡ് നടത്തി. പിന്നെ ചീഫ് ആയിരുന്നപ്പം നമ്മുടെ ഡോക്ലാമിലും ഊറിയിലെ സെക്ടറിന്റെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്തിട്ട് ഹി പ്രൂവ്ഡ് ഹിസ് മെറ്റൽ. And to become the CDS ഇവിടെ വന്നപ്പം when he actually ഒരു വിഷണറി മൂവ്മെന്റ് ആയിരുന്നു. ഈ ട്രൈ സർവീസ് ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇൻഫൻട്രി ഓഫീസർ
ഇങ്ങനത്തെ പാത്ത് ബ്രേക്കിംഗ് ചേഞ്ചസ് തിയേറ്റർ കമാൻഡേഴ്സിനെ റിഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ 17 മൾട്ടിപ്പിൾ കമാൻഡ്സിനെ റിഡ്യൂസ് ചെയ്തിട്ട് തിയേറ്റർ കമാൻഡ്സിലാക്കുക, ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്സിനെ ഒരു ഐഡിയ കൊണ്ടുവരിക. അത് വേൾഡ് വാർ 2 അടികൂടാനുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു അത് ജനറൽ റാവത്തിന്റെ നേതൃത്വത്തിൽ നമ്മളുടെ സ്റ്റഡി എല്ലാം ചെയ്തിട്ട് ഇറ്റ് വാസ് എ പാത്ത് ബ്രേക്കിംഗ് സ്റ്റഡി. അപ്പൊ ഇങ്ങനെ ഒരു CDS കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയായിരുന്നു. ഫസ്റ്റ് CDS നമ്മുടെ മെട്രോ റെയിൽവേ കണ്ടെത്തന്നാൽ നമ്മളെ ശ്രീധരന്റെ കാരണമാണ് മെട്രോ റെയിൽവേ ഇന്ന് TMRCന്റെ ഒരു നമുക്ക് നോക്കിയാൽ ഒരു ഡൽഹി മെട്രോവും ബാക്കി മെട്രോ എല്ലാം കിട്ടുന്നത് ബിക്കോസ് ഓഫ് ദ ഫസ്റ്റ് CEO നമ്മളെ ശ്രീധരൻ ആയിരുന്നു. അവരാണ് അതിന്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ CDSന്റെ ഷൂസ് ഫിൽ ചെയ്യാൻ ഭയങ്കര കഷ്ടമായിരിക്കും. പക്ഷെ ഒരു ഇൻഫോർമൽ നിർണയം ഉണ്ടായിരുന്നു. ആദ്യത്തെ രണ്ട് CDS നമ്മളുടെ ആർമിയിൽ നിന്നായിരിക്കും. ഇപ്പം നമ്മളുടെ CDSന്റെ ടെന്യൂറും 1 year ഷോർട്ട് ആയിട്ട് ആണ് കട്ട് ഓഫ് ആയത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഓൾ ചാൻസ് ലൈക്ലിഹുഡ് ആണ്. ബിക്കോസ് ഫസ്റ്റ്ലി അവർ സീനിയർ മോസ്റ്റ് സർവിംഗ് ചീഫ് ആൻഡ് ചെയർമാൻ ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ഇപ്പം ജനറൽ നരവാനെയാണ്. ഇപ്പം എയർ മാർഷൽ ബദൂരിയ റിട്ടയർ ആയി പോയിട്ട് 1.5 മാസമായി. നേവൽ ചീഫും റിട്ടയർ ആയി. ഇപ്പം അഡ്മിറൽ ഹരികുമാറാണ്. അവർ രണ്ടുപേരും ഇപ്പൊ കയറിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് നരവാനയുടെ മുകളിലായിരിക്കും, ജനറൽ നരവാനെ ആയിരിക്കും ഇതിന്റെ ഇതെടുക്കാൻ. പക്ഷെ ഈ റോൾ ഫിൽ ചെയ്യാനുള്ള ഇവരുടെ വിഷൻ അതെല്ലാം ഇറ്റ്സ് എ വെരി ബിഗ് ഓർഡർ, ഇറ്റ്സ് എ വെരി ടോൾ ഓർഡർ ഫോർ ഹിം ടു ഫുൾഫിൽ അതേ വിഷനും ഫ്രം എൻ ഇൻഫൻട്രി ഓഫീസർ ദ മാനർ. ഇതിപ്പോ നോക്കിയാൽ വേൾഡ് വാർ 2 നമ്മുടെ വേൾഡ് വാർ 1 വേൾഡ് വാർ 2 നടുക്ക് there was a change from horse cavalry and the trench warfare mechanized warfare. ഈ ജർമൻസ് ബ്ലിറ്റ്സ്ക്രീഗ് അങ്ങ് ചെയ്തപ്പം entirely whole world was stunned. പോളണ്ട് ഇൻവേഷൻ ആ സമയത്ത് there was a lot of resistance നമ്മളുടെ ടാങ്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ആൻഡ് എവറിഥിങ്. സോ there was this Guderian, JFC Fuller, Little Heart അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടായിരുന്നു who advocated the role. അപ്പം ഈ എയർ മാർഷൽ നമ്മളുടെ ജനറൽ റാവത്തിന്റെ വിഷൻ ആയിരുന്നു നമ്മളുടെ ഇൻഫർമേഷൻ ഏജിൽ. We are entering into an information age. He wanted to prepare the world where sensor to shooter is on one grid. നമ്മളെ ഇപ്പം സാറ്റലൈറ്റ് ഇമേജ് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ റിയാക്ഷൻ ചെയ്യാൻ കഴിഞ്ഞുള്ള കഴിവുണ്ടായിരുന്നു. അപ്പം അതേമാതിരി ആ കഴിവുണ്ടായിരുന്നില്ല മുമ്പത്തെ കാലത്ത്. അപ്പൊ he was completely abreast with the technology changes that are required, and he was the right man. Like what we had in the German high command ആ സമയത്ത് they decided they'll full scale mechanize. That's the reason why the Blitzkrieg took place, and entire Europe fell to that Blitzkrieg. It was just a foolish move and no Russian invasion. Germany was clearly winning. Appo ee modern to identify the changes that are required for the changing eras, that vision General Rawat had, despite being from the infantry. I thought he was an insurgency expert. Angante or role fill in, and I hope the changes that he had initiated, IBGs and theater commands and everything, adinte aarum or maatam kondrand adhe spirit and with the spirit of joint venture anavru the conduct here. But whoever fills it, I don't know, it's too early to speculate, namukku parayan kella. പക്ഷെ എനിക്കറിയാം ഇതൊരു ഇൻഫോർമൽ ഡിസിഷൻ ആയിരുന്നു. നമ്മളുടെ ആദ്യത്തെ 2 CDS ആർമിന്നായിരിക്കും അതൊരു ഇൻഫോർമൽ, ബിക്കോസ് ഇറ്റ്സ് ദ ലാർജസ്റ്റ് സർവീസ്. ലാർജസ്റ്റ് ത്രെറ്റ്സ് ആർ ഫേസ്ഡ് ബൈ ദി ആർമി. ചൈന, പാകിസ്ഥാൻ ആർ ബേസിക്കലി ആർമി ലാൻഡ് ബേസ്ഡ് ത്രെറ്റ്സ്. അപ്പം ഇറ്റ് ഈസ് എവിഡന്റ് നമ്മളുടെ ആർമി ചീഫ്. ആൻഡ് റൈറ്റ് നൗ ബിക്കോസ് ചെയർമാൻ ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി നമ്മളെ ജനറൽ നരവനെ ആയതുകൊണ്ട് അവരുടെ മുകളിൽ തന്നെയായിരിക്കും ഈ മാൻ ലീഡർഷിപ്പ് വിൽ ഫോൾ. ദാറ്റ്സ് മൈ ഐഡിയ. ഇറ്റ്സ് നോട്ട് ശരി. കേണൽ എസ് ഡിനി, ഇവിടെ ഒരു മാനദണ്ഡം എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഏറ്റവും അഭികാമ്യനായ ഒരാളായിരിക്കണം, അഭിമതനായ ഒരാളായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. രണ്ടാമതായി അദ്ദേഹം ഈ പുതിയ കാഴ്ചപ്പാടുകളുള്ള ഒരാളായിരിക്കണം. കാരണം ഒരു വിപുലമായ സൈനിക പരിഷ്കാരങ്ങൾ തുടങ്ങി വെച്ച ഒരാൾ എന്ന നിലയിലാണ് ജനറൽ ബിപിൻ റാവത്ത് ആ പദവിയിലെത്തുമ്പോൾ അദ്ദേഹം ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഈ പദവിയിലേക്ക് ഇനിയൊരു പുതിയൊരാൾ, അതിന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പല മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഒന്ന്, ലഡാക്ക് മുതൽ അരുണാചൽ വരെയുള്ള പ്രദേശങ്ങളിൽ അയൽ രാജ്യങ്ങളിൽ അതിർത്തികളിൽ നമ്മൾ നേരിടുന്ന പുതിയ സംഘർഷാവസ്ഥയും വെല്ലുവിളികളുമൊക്കെ അത് കരസേനാ മേധാവിയിലേക്ക് തന്നെ ഈ പദവി ചെന്നെത്താനുള്ള സാധ്യതകളായി കാണുന്നുണ്ട്. കാരണം ആ ഭൂപ്രദേശങ്ങളിൽ പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം അടുത്ത ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന ഒരു കണക്കുകൂട്ടലിൽ അത് നരവനയ്ക്ക് തന്നെയായിരിക്കും എന്ന ഒരു യുക്തി, ഒരു ലോജിക്ക് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? രണ്ടാമത് ശ്രീ TP ശ്രീനിവാസൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പോളിസി ഷിഫ്റ്റ് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ ഒരു രീതി, ഒരു പ്രകോപനവും നമ്മൾ ഉണ്ടാക്കില്ല, അയൽ രാജ്യങ്ങളിലേക്ക് കടന്നു കയറില്ല, ഒരു യുദ്ധത്തിനും നമ്മൾ തുടക്കമിടില്ല,
പരമാവധി സാവധാനം സമാധാനത്തിൻ്റെ വഴികൾ തേടി ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചടിക്ക് പോലും മുതിർന്നിട്ടുള്ളൂ. ആ സാഹചര്യത്തെ മാറ്റിയ വ്യക്തികളിൽ ഒരാൾ ജനറൽ ബിപിൻ റാവത്താണ്. കാരണം അദ്ദേഹം പാകിസ്ഥാനെ വെല്ലുവിളിച്ചു, ചൈനയെ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്ന് പ്രകോപനമുണ്ടായാൽ അതിർത്തി കടന്ന് തന്നെ മറുപടി നൽകുമെന്ന് പറഞ്ഞു. അതൊരു പോളിസി ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഊർജവും ആർജവും കാണിക്കുന്ന ഒരാൾ ആ പദവിയിലേക്ക് വരണം എന്നതൊരു നിർബന്ധമായിരിക്കുമോ? രണ്ട് ചോദ്യങ്ങളും ഗോപികൃഷ്ണൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻഡ് ആദ്യത്തെ ചോദ്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ആർമി ചീഫ്, ഇപ്പോഴത്തെ ആർമി ചീഫിന് സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ കാരണം അദ്ദേഹം ആർമി ചീഫായിട്ട് ആ ടെന്യൂറിൽ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം സമയം ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി നേവൽ ചീഫും എയർ ചീഫും ഇപ്പം അടുത്ത കാലത്ത് അവർ ചീഫായതാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ചീഫായി ഇരിക്കുന്നത്, സേനാ പ്രമുഖമായിട്ടിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് അങ്ങ് പറഞ്ഞ പോലെ ഇന്ത്യ ചൈന ഈ അതിർത്തിയിൽ ഈ പ്രശ്നം നടക്കുന്നത് സമയത്ത് ആർമി ചീഫ് ജനറൽ നറാനെ അദ്ദേഹം ഇതേ ഏരിയയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അദ്ദേഹം സെർവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ ഉണ്ട്. ആൻഡ് അദ്ദേഹം ആർമി ചീഫായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈനൽ ഡിസിഷൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അവർക്ക് തോന്നുകയാണ് അല്ല ഇതിപ്പം വേറൊരാൾ വേണമെങ്കിൽ ദേ ക്യാൻ ഡു ഇറ്റ്. ബട്ട് മോസ്റ്റ് ലൈക്ലി എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആർമി ചീഫിനാണ് സാധ്യത കൂടുതലുള്ളത്. അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം, ഈ പോളിസി ഷിഫ്റ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും പുതിയ CDS അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ആ ഒരു പോളിസി ഷിഫ്റ്റിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയുന്നതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊരു ഗവൺമെൻറ് ഫങ്ഷണറീസ്, അതായത് ബ്യൂറോക്രസി ആവാം, ഇപ്പോൾ ഫോറിൻ സർവീസ് ആവാം, ആർമി, അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ വേരിയസ് ഓർഗൻസ് ആണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എങ്ങനെയാണോ ആ നയം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് അവരുടെ ചുമതല. അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണും, കുറച്ച് ലീവേ കാണും. പക്ഷെ അതിൽ നിന്ന് വലിയ വ്യത്യാസം നമുക്ക് വരാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു പോളിസി ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ പോളിസി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെന്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ ചില അഡ്വൈസ് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും, അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്വൈസ് കൊടുക്കുകയാണ്, ഇത് നമുക്ക് നല്ലതാണ്, ലെറ്റ്സ് ഗോ ഫോർ സീസ് ഫയർ എന്ന് പറഞ്ഞാൽ അത് സീസ് ഫയർ. നമുക്ക് വേറൊരു ഉദാഹരണം ഞാൻ പറയാം. സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ഒരു കാലഘട്ടത്ത് ഞാൻ അറിഞ്ഞത് വളരെ, അതായത് സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ഒരു പീസ് എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ട ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയെന്നാണ് പറഞ്ഞത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. പക്ഷേ അന്ന് ആർമി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അത് ചെയ്യരുത്, അത് ചെയ്താൽ നമുക്ക് വളരെ ലോസ് അങ്ങനെ പോളിസി ഡിനി കേൾക്കാൻ കഴിയുന്നില്ല, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ TP ശ്രീനിവാസൻ 7:30 വരെ നമുക്കൊപ്പമുള്ളൂ. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ TP ശ്രീനിവാസൻ, ഇവിടെ ഈ തിയേറ്റർ കമാൻഡിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന ആശയം അത് പിന്നീട് ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എല്ലാം തിയേറ്റർ കമാൻഡ് മാതൃകയിലേക്ക് മാറി. അമേരിക്കയിൽ അത് കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ത്യയിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചയാളാണ്, അതിന് മുൻകൈ എടുത്ത ആളാണ് ജനറൽ ബിപിൻ റാവത്ത്. പക്ഷേ തിയേറ്റർ കമാൻഡ് പോലെ ഒരു ആശയം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പോലും വ്യോമസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നും അതിൻ്റെ തുടക്കകാലത്ത് വലിയ എതിർപ്പുകളുണ്ടായി. അങ്ങനെ അത് വൈകുന്ന അതിന് കാലതാമസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും അവിടെ എനിക്ക് തോന്നുന്നു ജനറൽ ബിപിൻ റാവത്തിന് തുണയായത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിൻബലമാണ്. ഇവിടെ ഈ CDSI ഇനി പുതിയ ഒരാൾ വരുമ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ലൈൻ, ഈ മൂന്ന് സേനയിലെയും അഭിപ്രായ വ്യത്യാസങ്ങളെ മറികടന്ന് സേനയിൽ ഐക്യമുണ്ടാക്കുകയും പരിഷ്കരണ നടപടികളിലൊക്കെ മൂന്ന് സേനാ വിഭാഗത്തെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ അവിടെ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് ഒപ്പം കൂട്ടാൻ പാകത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രെങ്ത് കൂടിയുള്ള ഒരാളായിരിക്കണ്ടേ CDSI വരിക. അതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി താങ്കൾ കാണുന്നില്ലേ? അതെ, അത് തീർച്ചയായിട്ടും നമ്മുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് ആ കഴിവുണ്ട്. ഞാൻ അവരുടെ പലരുമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളതാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിലൊക്കെ. അവർക്കൊക്കെ സൈന്യത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക്
നയതന്ത്രപരമായ കാര്യങ്ങളെ പറ്റിയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അവർ ധാരാളം പഠിക്കാറുണ്ട്. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്കത് പഠിക്കാനും അതിനെപ്പറ്റി പേപ്പറുകൾ എഴുതാനും ഒക്കെ സാധ്യതകൾ കൂടുതൽ കാണും. കാരണം അവരുടെ മിലിറ്ററി സ്ട്രാറ്റജി, ഒരു സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫോറിൻ പോളിസി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 2+2 ഡയലോഗ് തുടങ്ങിയിരിക്കുന്നു അമേരിക്കയായിട്ടും റഷ്യയുമായിട്ടും. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സെക്യൂരിറ്റിയും ഡിപ്ലോമസിയും കൂടി ചേർന്ന് ഒരു സമന്വയത്തിൽ എത്തിയാലായിരിക്കും അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുക. അപ്പോൾ അവര് ഈ 2+2 കോൺവെർസേഷൻസ് ഇപ്പൊ അമേരിക്കയായിട്ട് കഴിഞ്ഞു, റഷ്യയായിട്ട് നമുക്കിപ്പോൾ തുടങ്ങി. അതൊരു വലിയ തുടക്കമാണ്. അപ്പൊ അതിന് ഉള്ള തയ്യാറെടുപ്പ് ഇവർക്കെല്ലാം. ഇപ്പോൾ ആർമിയിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാമെങ്കിലും ആർമിയിൽ മറ്റ് കമാൻഡേഴ്സിനെയും കൂടെ കണക്കിലെടുക്കുമോ എന്നുള്ളതാണല്ലോ ചോദ്യം. പക്ഷെ എന്ത് സംഭവിച്ചാലും പ്രധാനമന്ത്രിയുടെ നേതൃത്വമായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാവുക. കാരണം അദ്ദേഹമാണല്ലോ ഇതിന്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഉപജ്ഞാതാവായി വന്നിരിക്കുന്നത്. കാരണം തിരിച്ചടിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ ആശയമാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ജനറൽ റാവത്ത് ചെയ്തത്. അപ്പോ ആദ്യം പാകിസ്ഥാനുമായിട്ട് വളരെയധികം പുതിയ സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. ചൈനയുമായിട്ട് 15 തവണ ചർച്ചകൾ നടത്തി. എന്നിട്ടും അവസാനം ഇതെല്ലാം ഒരു മിലിറ്ററി ഒരു സൊല്യൂഷനിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അത് ശരിയല്ല. ഡിപ്ലോമസി അവസാനിപ്പിക്കുമ്പോഴാണല്ലോ. പക്ഷെ മറ്റു പാർട്ടികൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ അവരതിങ്ങനെ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിപ്ലോമസി മാത്രം പെർസ്യൂ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ജനറൽസ് ആയിട്ടുള്ളവർക്കെല്ലാമുള്ള അറിവ് നയതന്ത്രത്തെ പറ്റിയും ഇന്റർനാഷണൽ സിറ്റുവേഷനെ പറ്റി അവർക്ക് നന്നായിട്ട് അറിയാം എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ആരായാലും ആ കഴിവ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് കൂടാതെ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും രാഷ്ട്രീയ ചായ്വും രാഷ്ട്രീയ ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഏത് സൈനികനും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. അവരുടെ തന്നെ ചില പ്രത്യേകതകൾ അതിലുണ്ടാകും. ചിലര് കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കും, മറ്റുള്ളവർ അത് രഹസ്യമായി വെക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന്റെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു ജനറൽ റാവത്തിന്റെ കാര്യത്തിൽ. കാരണം അദ്ദേഹം അറിയാതെ പറയുകയായിരുന്നില്ല ഇതൊന്നും. അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നത് ഈ ചർച്ചകൾ നടക്കുന്നത്, ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം പത്രപ്രതിനിധികളോട് സംസാരിച്ചിരുന്നതും പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിരുന്നതും. അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്തു. പാകിസ്ഥാന്റെ കാര്യത്തിലും ചൈനയുടെ കാര്യത്തിലും. പക്ഷെ ചൈനയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നത് അതൊരു മിലിറ്ററി പ്രശ്നമല്ല ഇപ്പോൾ. കാരണം നമ്മൾ ചൈനയുമായിട്ടുള്ള കരാറുകളെല്ലാം ഇല്ലാതായിരിക്കുകയാണ്. 1988 കരാറായാലും 93 കരാറായാലും അതിനുശേഷമുണ്ടായ വുഹാൻ ചർച്ചകളായാലും അതിലെല്ലാം ഉണ്ടായിരുന്ന കരാറുകളെയും സമവായങ്ങളെയും മുഴുവൻ നിരാകരിച്ചിരിക്കുകയാണ് ചൈന. അപ്പോൾ അതൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് ഇപ്പോഴും ചർച്ച ചെയ്തത്. റഷ്യയും ഇന്ത്യയും ചൈനയും കൂടി കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് ചർച്ചകൾ നടത്തിയത്. അപ്പൊ ആരെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. ചർച്ചകളിലൂടെ നയതന്ത്രത്തിലൂടെ ഇത് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ അത് നയതന്ത്രം അവസാനിക്കുമ്പോഴാണ് സൈന്യത്തിന്റെ ആവശ്യം വരിക. അപ്പൊ അതിന് കഴിവുള്ള ഏത് ജനറലിനും അത് കൈകാര്യം ചെയ്യാൻ കഴിയും. വിശേഷിച്ചും പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും നയങ്ങൾ അങ്ങനെ തന്നെ തുടരും എന്നുള്ളത്. വളരെയധികം നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ. താങ്കൾ 7:30 വരെ ഉള്ളൂ എന്ന് അറിയിച്ചിരുന്നു. നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ സംയുക്ത സേനാ മേധാവിയായി ഇനി പരിഗണിക്കപ്പെടാൻ പോകുന്ന വ്യക്തി ആരായിരിക്കും, എന്തായിരിക്കും അതിനുള്ള മാനദണ്ഡം, ഇതായിരുന്നു ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലെ അതിഥികളിലേക്ക് തിരികെ വരാം. ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് നമുക്കൊപ്പം ഇപ്പോൾ നെതർലാൻഡ്സ് മുൻ അംബാസഡർ ശ്രീ വേണു രാജാമണി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. ശ്രീ വേണു രാജാമണി, അടുത്ത സംയുക്ത സേനാ മേധാവി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഭരണതലത്തിൽ തന്നെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇത് ഒരു ഉന്നത സൈനിക പദവി എന്നതിനൊപ്പം തന്നെ ഈ ഡിഫൻസ് പ്രതിരോധ മന്ത്രിയുടെ അഡ്വൈസർ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിലെ തലവൻ എന്ന് തുടങ്ങി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു പദവിയാണല്ലോ. അവിടെ ആര് വരണം അടുത്തതെന്ന കാര്യത്തിൽ ഭരണതലത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആശയക്കുഴപ്പം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ശബ്ദമാണ്. ഇന്നത്തെ മോദി സർക്കാരിനെ എടുത്തു നോക്കിയാൽ ഒരു കാര്യത്തിലും അങ്ങനെ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായതായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് വളരെ അഭിചാരിതമായി ഉണ്ടായ ഒരു സംഭവമാണ്.
തീർച്ചയായും പുതിയൊരാളെ നിയമിക്കുന്നതിൽ അത് ആരായിരിക്കണം, എന്തായിരിക്കണം അയാളുടെ യോഗ്യത എന്നുള്ളതെല്ലാം പരിഗണിക്കുന്നതിന് വേണ്ടി അല്പം സമയം വേണ്ടി വരും. ഒരു ദിവസമല്ലേ ആയതുള്ളൂ. അതുകൊണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്ന അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. ശ്രീ വേണു രാജാമണി, സ്വാഭാവികമായും ഇതിനകത്ത് ഈ നിയമനം എങ്ങനെ വേണം, എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് നിയതമായ ഒരു ചട്ടമില്ല എന്ന് മനസ്സിലാക്കുന്നു. 65 വയസ്സിന് മുകളിൽ പ്രായമാകരുത്, അതിനപ്പുറം പിന്നെ മെറിറ്റ് കം സീനിയോറിറ്റിയാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയായി നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പറയുകയായിരുന്നു, ഇത് ഒരു പൊളിറ്റിക്കൽ നോമിനി ആയിരിക്കും അവിടെ വരിക, ഇതൊരു രാഷ്ട്രീയ നിയമനം തന്നെയാണ്. ഈ സർക്കാരിൻ്റെ നയങ്ങളുമായി ചേർന്ന് പോകുന്ന, പ്രധാനമന്ത്രി അടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് സമരസപ്പെട്ട് നിൽക്കുന്ന, അവർക്ക് അഭിമതനായി നിൽക്കുന്ന ഒരാൾ ആയിരിക്കും ഈ പദവിയിലേക്ക് വരിക. ഒരുപക്ഷെ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ പരമപ്രധാനമായ ഒരു ഘടകമായി ഇത് മാറി നിൽക്കുകയല്ലേ? അവിടെ ബിപിൻ റാവത്തിനെ പോലെ ഒരാൾ എന്നത് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുക? ഇത് നിങ്ങളിപ്പോൾ പറഞ്ഞത് പരിപൂർണമായിട്ടും ശരിയാണ്. രാഷ്ട്രീയമായി ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോട് യോജിക്കുന്ന ഒരാളെ ആയിരിക്കും അവര് അന്വേഷിക്കുന്നത്. അതിലും ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് നോക്കിയാലും അതിൽ ആ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ കൺവെർജൻസ് ആണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇനി വരുന്ന നിയമനവും തീർച്ചയായും രാഷ്ട്രീയമായിരിക്കും അതിലെ ഏറ്റവും പ്രധാന ഘടകം. ആ രാഷ്ട്രീയം നോക്കി തന്നെയായിരിക്കും അവരെ നിയമിക്കുന്നത്. ജനറൽ ബിപിൻ റാവത്തിന്റെ കാര്യം എടുത്താലും ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യം രണ്ടുപേരെ മാറ്റി നിർത്തി കരസേനാ മേധാവി ആക്കിയത്, രണ്ടാമതായി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ആവശ്യമുള്ളത് ഒന്നാണ്. ഇന്ത്യക്ക് ഏറ്റവും അഭികാമ്യം എന്താണെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും അഭികാമ്യം പ്യൂറായിട്ടും മെറിറ്റിൽ പോവുകയും ഏറ്റവും ദൂരവീക്ഷണത്തോടുകൂടി 3 സർവീസസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനം. അയാള് കരസേനയിൽ നിന്നാണോ എയർഫോഴ്സിൽ നിന്നാണോ നേവിയിൽ നിന്നാണോ എന്നുള്ളതല്ല പ്രധാനം. അവരുടെ സ്ട്രാറ്റജിക് വിഷനാണ് ഏറ്റവും പ്രധാനം, മെറിറ്റാണ് ഏറ്റവും പ്രധാനം. പക്ഷെ നേരെ മറിച്ച് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെ അനുകൂലിക്കുന്ന ഒരാളെയാണ് വേണ്ടത് എന്ന് ആണെങ്കിൽ അതിൽ മറ്റ് പല മാനദണ്ഡങ്ങളും വന്നെന്ന് വരും. ഇതുവരെ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇതുവരെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സും എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും വലിയൊരു അംശം രാഷ്ട്രീയം തന്നെയാണ്. ശ്രീ വേണു രാജാമണി, ഇവിടെ താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് സംസാരിച്ചു കൊണ്ടിരുന്നത് ശ്രീ TP ശ്രീനിവാസനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇതുവരെയുള്ള കാലത്ത് നമ്മൾ പാലിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്നു വന്നിരുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് സ്വാഭാവികമായും എല്ലാ തരത്തിലുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കും നീക്കങ്ങൾക്കും ഒടുവിൽ മാത്രം ഒരു മിലിറ്ററി ഓപ്പറേഷൻ എന്നതായിരുന്നു. പക്ഷേ ജനറൽ ബിപിൻ റാവത്തിൻ്റെ കാര്യം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിൻ്റെയും നുഴഞ്ഞുകയറ്റത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അതിർത്തി കടന്ന് തന്നെ നമ്മൾ മറുപടി നൽകണമെന്നതാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിൽ അദ്ദേഹം അത് പ്രായോഗികമായി തന്നെ നടപ്പാക്കിയിട്ടുമുണ്ട്. പല സന്ദർഭങ്ങളിൽ നമുക്കറിയാം. അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് എത്തുന്നതിന് സഹായകരമായിട്ടുണ്ടാകും. കാരണം അദ്ദേഹം ഈ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച നയങ്ങൾ അദ്ദേഹം സർവീസിലൂടെ നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സൈനിക തലത്തിൽ ഒരു മേൽക്കൈ കിട്ടുന്ന ഒരു പുതിയ നയത്തിലേക്കുള്ള മാറ്റം എന്നത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഒരു ഭീഷണിയോ ഒരു അപകടാവസ്ഥയോ സൃഷ്ടിക്കുമെന്ന് താങ്കളെപ്പോലെ ഒരു നയതന്ത്ര വിദഗ്ധൻ ആശങ്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും ഒരു ആത്മാർത്ഥതയുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്നതിലേക്ക് എന്റെ അഭിപ്രായം ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഒരു സൈനികന്റെ പരിധി വിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സൈനിക നേതാവ് പാലിക്കേണ്ട സംയമനം മാറ്റിവെച്ച് പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. പലപ്പോഴും രാഷ്ട്രീയമായ പല പ്രസ്താവനകളും മറ്റൊരു കരസേനാ മേധാവിയോ മറ്റൊരു മിലിറ്ററി നേതാവോ ചെയ്യാത്ത വിധത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞത് പാകിസ്ഥാനോട് എന്തായിരിക്കണം നയം, അത് നയതന്ത്രമാണോ സമാധാനത്തിലൂടെയുള്ള ഒരു സൊല്യൂഷന്റെ അന്വേഷണമാണോ അല്ല തിരിച്ചടിയാണോ എന്നുള്ള ഒരു തീരുമാനം ഒരു കാരണവശാലും ഒരു സൈനിക മേധാവിക്കുള്ളതല്ല. അത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റിനും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിക്കും പ്രതിരോധ മന്ത്രിക്കും എടുക്കേണ്ട ഒരു തീരുമാനമാണ്.
അതിൽ ജനറൽ ബിപിൻ റാവത്ത് ആണ് അതിന് നേതൃത്വം വഹിച്ചത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നേരെ മറിച്ച് കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാമാണ് ആ നയത്തിന്റെ ഉപജ്ഞാതാക്കൾ. അവർക്ക് അനുകൂലമായ പല പ്രസ്താവനകളും ജനറൽ ബിപിൻ റാവത്ത് നടത്തി എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ ഒരു പോളിസിക്ക് ഉത്തരവാദിത്വം തീർച്ചയായും ഇന്നത്തെ കേന്ദ്ര നേതൃത്വത്തിനാണ്. ആ പോളിസിക്ക് വേണ്ട, ആ പോളിസി കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നതിന് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ രാജ്യത്തിലേക്കുള്ള ഭീകര പ്രവർത്തനങ്ങൾ നമുക്ക് തടയുവാൻ സാധിച്ചു. കാബൂളിൽ താലിബാൻ വീണ്ടും ഭരണത്തിൽ വന്നത് നമുക്ക് തടയുവാൻ സാധിച്ചു. ഇന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഇതെല്ലാം ചോദ്യചിഹ്നങ്ങളാണ്. അതുകൊണ്ട് ഒരു ബാലാക്കോട്ട് ഉണ്ടായതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരുപാട് നേട്ടമുണ്ടായി. എന്നാൽ ഇന്ത്യക്ക് കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് സമാധാനം സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കേണ്ടതാണ്. തീർച്ചയായും ഈ ഒരു ചർച്ച തന്നെ രാഷ്ട്രീയ തലത്തിൽ നടക്കേണ്ടതാണ്. അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനും പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമാണ്. അതൊരു ജനറൽ ബിപിൻ റാവത്തിനുള്ളതല്ല. ഒരു സൈനിക മേധാവിയും രാഷ്ട്രീയത്തിലേക്ക് കടക്കരുത് എന്നുള്ളതാണ് ഇന്നേ വരെ ഇന്ത്യയിൽ പാലിച്ചു വന്നിട്ടുള്ള ഒരു സൈനിക ധർമ്മം. അത് നിലനിർത്തേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. കേണൽ ഡി പി കെ പിള്ള, അതോടൊപ്പം റിട്ടയർഡ് കേണൽ ശ്രീ ഡി പി കെ പിള്ള, അതോടൊപ്പം തന്നെ കേണൽ ജിന്നി, ഞാൻ നിങ്ങളിലേക്ക് തിരികെ വരാൻ വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക്. ഞാൻ ഈ ചർച്ചയുടെ അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഞാൻ പോകുന്നത് റിട്ടയർഡ് കേണൽ ശ്രീ ഡി പി കെ പിള്ളയുടെ അടുത്തേക്കാണ്. ശ്രീ ഡി പി കെ പിള്ള, ഒരു പുതിയ സംയുക്ത സേനാ മേധാവി വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം അത്ര ശുഭകരമല്ല. കാരണം അയൽ രാജ്യങ്ങളിൽ നിന്ന് അതിർത്തികളിൽ നമുക്ക് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ചൈനയുടെ കാര്യത്തിലായാലും പാകിസ്ഥാന്റെ കാര്യത്തിലായാലും. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന സംയുക്ത സേനാ മേധാവി അതാരായാലും അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? നമ്മളുടെ ആദ്യം ഞാൻ ഒന്ന് നമ്മുടെ അംബാസിഡർ രാജമണി സാർ പറഞ്ഞ കാര്യം ഞാൻ അത് സമ്മതിക്കാൻ കഴിയില്ല. ഈ നമ്മളുടെ ആർമി ചീഫ് ഓർ CDS വരാൻ പോകുന്നത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കൂടെ ചേർന്ന് പോകുന്നതായിരിക്കും. ബിക്കോസ് അങ്ങനെ നോക്കിയാൽ 1962 നെഹ്റു നമ്മളുടെ തിമയ റെക്കമെൻഡ് ചെയ്ത സക്സസർ നേലല്ലോ സെലക്ട് ചെയ്തത്, BM കോളനിയും ഥാപ്പറിനെയാ സെലക്ട് ചെയ്ത്. അവർ നമ്മളെ തോറ്റു, നമ്മളുടെ യുദ്ധത്തിൽ തോറ്റു. അതേമാതിരി 1971 നോക്കിയാൽ മാണിക് ഷാ ജയിച്ച യുദ്ധം ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ജയിച്ചത്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ജയിച്ചത്. അതേ ക്വസ്റ്റ്യൻ, അതേ ലെൻസ് വെച്ച് നോക്കിയാൽ നമ്മളുടെ അഡ്മിറൽ ഹരികുമാർ നമ്മളെ ഒരു മലയാളി ചീഫാണ്. അവരെന്താ പൊളിറ്റിക്കൽ ആണ്, അവർ പ്രൊഫഷണൽ ആണ്. നമ്മൾ ഇന്ത്യൻ ആം ഫോഴ്സസ് ടോട്ടലി പ്രൊഫഷണൽ ആണ്, അതിൽ അപൊളിറ്റിക്കൽ ആയിട്ട് ഇരിക്കുന്നതാണ്. ജനറൽ ബിപിൻ റാവത്ത് ലഫ്റ്റനന്റ് ജനറൽ കോർ കമാൻഡർ ആയിരുന്നപ്പം 3 കോറിൽ ഒരു ആംബുഷ് നടന്നു 15 ഡോബറേൻ. അന്ന് വരെ ഇന്നത്തെ കാലം കുറെ നാളായിട്ട് നമ്മൾ ആദ്യമെല്ലാം ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു വീക്ക്നെസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ഒരു സ്റ്റേറ്റിന്റെ ഒരു ആർമി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല നമുക്ക്. 26/11 കഴിഞ്ഞിട്ടും നമ്മൾക്ക് റിയാക്ഷൻ വളരെ 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 ഒരു വീക്ക് നേഷന്റെ മാതിരിയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്തത്. ആൻഡ് ഇത് വേറെ ഒരു കാര്യം പറയേണ്ടത്, സാറ് പറഞ്ഞത് നമ്മളുടെ ആർമി മേധാവിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നമുക്കൊരു കാര്യം അറിയണം, 1971 93,000 പ്രിസണേഴ്സാണ് നമ്മൾ എടുത്തത്. ആൻഡ് നമ്മളുടെ ഇന്ത്യൻ പ്രിസണേഴ്സ് ഇന്നും പാകിസ്ഥാന്റെ ജയിലിൽ കിടക്കുവാണ്. ഇത് ആരാണ് ചെയ്തത്? ഇത് നമ്മളുടെ ഡിപ്ലോമാറ്റ്സും നമ്മളുടെ ബ്യൂറോക്രസിയാണ് ചെയ്തത്. അപ്പം നമ്മളുടെ രാഷ്ട്രത്തിന് യുദ്ധം ജയിക്കാൻ നമ്മളുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ നമുക്ക് അതില് ബാക്കി കാര്യത്തിൽ നമുക്കത് സംസാരിക്കാൻ കഴിയില്ല, ചെയ്യാൻ പാടില്ല. അതൊരു തെറ്റിദ്ധാരണ. ഇന്ത്യൻ ഗവൺമെന്റിൽ നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കിയാല് 1947 മുതൽ നമുക്ക് ഇങ്ങനത്തെ ത്രെറ്റ്സ് ഉണ്ടായിരുന്നു. 1947 രാജ്യത്തിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് 2 മാസമായിട്ടില്ല. നമ്മളുടെ റീഡേഴ്സ് സെപ്റ്റംബറിൽ തുടങ്ങി ഒക്ടോബർ 27 നമ്മൾ ഇന്ത്യൻ ആർമിന്റെ സൈൻ ചെയ്തിട്ട് ആർമി ലാൻഡ് ചെയ്തിട്ട് വി സ്നാച്ച് വിക്ടറി ഫ്രം ദ ജോസ് ഓഫ് ഡിഫീറ്റ്. ഇന്ത്യൻ ആർമിന്റെ സാക്രിഫൈസ് എല്ലാ സ്ഥലത്തും നോക്കിയാൽ നമ്മളുടെ അതിന്റെ ലീഡർഷിപ്പ് എല്ലാത്തിനും നമുക്ക് സമ്മതിക്കണം. ഇന്ന് വരെ ഒരു കൂവോ അങ്ങനത്തെ ഒരു ഇമാജിനേഷൻ ഇല്ല നമ്മളുടെ ആർമിയിൽ. നമ്മൾ ചേർന്നത് ആർമിയിൽ നമ്മളുടെ ആം ഫോഴ്സസിലെ ആൾക്കാർ കയറുന്നത് രാഷ്ട്രത്തിന് സ്നേഹമുള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ വേറെ ആൾക്കാരനെ പോയി കൊല്ലാനും അങ്ങനെയൊന്നും. അപ്പൊ ഇങ്ങനത്തെ രാഷ്ട്രത്തിൽ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൈമസി അറിയാം. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ അക്കാഡമിയിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ് സേഫ്റ്റി, ഓണർ, വെൽഫെയർ കംസ് ഫസ്റ്റ് ആൻഡ് ഓൾവേസ് ആൻഡ് എവറി ടൈം. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മളുടെ ഈ തലസേനാ മേധാവി
പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും, അതെല്ലാം പറയാനുള്ളത്. നമ്മളുടെ ആർമിയുടെ ഇന്ന് വരെ നമുക്ക് 47 മുതൽ ഇന്ന് വരെ നമ്മളുടെ ആർമി നമ്മളെ ഫെയിൽ ചെയ്തിട്ടില്ല. ആകെ ഒരു 62 അതും ഈസ്റ്റേൺ സെക്ടറിൽ നമുക്ക് തോറ്റത് ബിക്കോസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. എവിടെ ആർമി എസ്റ്റാബ്ലിഷ്മെന്റിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആം ഫോഴ്സസിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. 71 നോക്കിയാൽ there was absolute trust. ഇന്ദിരാഗാന്ധിന്റെ വക there was total trust in the armed forces. അവർ ചൂസ് ചെയ്ത സമയത്താണ് നമ്മൾ പോയിട്ട് ചെയ്തത്. അപ്പൊ when you have trust in the armed forces and you trust them and treat them like apolitical, അപ്പൊ ആ സമയത്ത് they delivered. അപ്പൊ ഇതിൽ നമ്മൾക്ക് ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഓവർടേൺസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ ദീമാപൂരിൽ ഉണ്ടാകുന്നപ്പം when he did a cross border strike, ശരി, he carried out the ഞാനൊന്ന് strike ഇടപെടുകയാണ് സർ, successfully. ക്ഷമിക്കണം, സമയം വല്ലാതെ കടന്നു പോയത് കൊണ്ട് മാത്രം ഞാനൊന്ന് ഇടപെടുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ജനറൽ ബിപിൻ റാവത്ത് രാജ്യത്തിന്റെ ഓർമ്മയിൽ എല്ലാ കാലത്തും ഉണ്ടാകും. അദ്ദേഹം ഈ രാഷ്ട്രത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ അദ്ദേഹം എല്ലാ കാലത്തും സ്മരിക്കപ്പെടും. അതേസമയം തന്നെ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും സേവനത്തിനും വേണ്ടി നിൽക്കുന്ന സൈനിക മേധാവി എത്ര ഉന്നതനാകുമ്പോഴും പാർലമെന്റിനോടും ഈ രാജ്യത്തെ ജനങ്ങളോടും ബാധ്യതപ്പെട്ടിരിക്കുന്നുണ്ട്. അത് കാത്തു സൂക്ഷിച്ചു പോകുന്ന സംസ്കാരമാണ് രാജ്യത്തിൻ്റെത്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പുതിയ സംയുക്ത സേനാ മേധാവിയുടെ മുന്നിലുള്ള വെല്ലുവിളികൾ ധീരതയോടെ ഏറ്റെടുത്ത് രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.